യുക്രൈനിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഹാർക്കിവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കർണാടക സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടു. ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയപ്പോഴായിരുന്നു ആക്രമണം. നവീനൊപ്പം 2 വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നതായും ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ പറഞ്ഞു. നവീൻ ശേഖരപ്പ 21 വയസ്സ്, 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി. യുക്രൈൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥി. അതിശക്തമായ ആക്രമണം നടക്കുന്ന ഹാർക്കിവിൽ രാവിലെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടത്. ഹാർക്കിവ് നാഷണൽ മെഡിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു നവീൻ. കൂട്ടുകാർക്കൊപ്പം ദിവസങ്ങളായി ബെഗട്ടോവ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബങ്കറിലാണ് കഴിഞ്ഞിരുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ ധൈര്യമില്ലായിരുന്നു. വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ നവീൻ തയ്യാറായി. മിനിറ്റുകൾക്കുള്ളിൽ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. കുറെ കഴിഞ്ഞ് സഹപാഠിയായ പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് നവീൻ കൊല്ലപ്പെട്ട വിവരം ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. This boy Srikant gets a phone call from Naveen's phone by some local official saying that so-and-so person has died in this thing. വിദേശകാര്യ വക്താവ് അരവിന്ദ് ബഗ്ചിയാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ നവീന്റെ സഹോദരൻ ശിവകുമാറുമായി സംസാരിച്ചു. There was a shelling taking place. He was outside buying grocery. Shelling taking place at that point of time. Unfortunately, he succumbed to that. In that, the student contractor has identified. His friends have identified, and therefore we are really sorry to confirm that. കർണാടകയിലെ ഹവേരി സ്വദേശിയാണ് നവീൻ ശേഖരപ്പ. പഠനം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ദാരുണാന്ത്യം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ നവീന്റെ കുടുംബത്തെ അറിയിച്ചു. Prime Minister will speak to the family, and he has already spoken. Prime Minister has already spoken, and we will do our best to recover the body and bring it back to India. വാർ ഡെസ്ക്, ന്യൂസ് 18. വീട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നവീൻ ശേഖരപ്പ. ഇന്നലെ വീട്ടുകാരുമായി വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ശക്തമായ ആക്രമണം നടക്കുന്ന കാര്യം നവീൻ പറഞ്ഞിരുന്നു. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതോടെ യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ആശങ്കയിലാണ്. ಬಿಲ್ಡಿಂಗ್ ನೀವೇನಿದ್ದೀರಲ್ಲ ಅದ್ರ ಹೊರಗಡೆ ಶೋ ಮಾಡ್ರಿ ನೀವು ಫ್ಲಾಗ್. ಅವ್ರು ಅದನ್ನ ಹೇಳಿದ್ರು ಮಿನಿಸ್ಟರ್, ಎಷ್ಟು ಸಾಧ್ಯ ಆಗತ್ತೆ ನಮ್ಮ ಫ್ಲಾಗ್ ಹಿಡ್ಕೊಂಡು ಬರುತ್ತೆ ಹೇಳಿದ್ರಿ ಅಂತ. ಅದನ್ನ ಮರಿಬಾರ್ದು. ನಿಮ್ಗೆ ಡೈರೆಕ್ಟ್ ಕಾಂಟ್ಯಾಕ್ಟ್ ಅದ. മരണത്തിന് മണിക്കൂറുകൾ മുൻപ് നവീൻ ശേഖരപ്പ വീട്ടുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമമുണ്ടെന്ന് വീട്ടുകാരോട് പറയുമ്പോഴും എല്ലാവരും ധൈര്യമായിരിക്കണമെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നവീൻ. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് സഹപാഠികൾ. 6 ദിവസമായി ബങ്കറിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. വിശപ്പ് അസഹ്യമായപ്പോഴാണ് നവീൻ ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയതെന്ന് ഹാർക്കിവ് നാഷണൽ സർവകലാശാലയിലെ നവീന്റെ ജൂനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഷെല്ലിംഗ് ബോംബ്സ് ഉണ്ട്, ഫയറിംഗ് ഉണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാനാണ് അവർ എല്ലാവരും ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറ്റാക്സ് ആണ് നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് ഇനി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം സീരിയസ്ലി ഇവിടെ കീവ് പോലെ തന്നെ ഹാർക്കിവ് ഇനി ആക്കാനായിട്ടുള്ള പ്ലാനിംഗ് ആണോന്ന് അറിയത്തില്ല. അതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ പ്ലീസ് ട്രൈ ടു ഇവാക്യുവേറ്റ് us from here. സുമി, കീവ് തുടങ്ങി മറ്റു നഗരങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. വെടിയൊച്ചയും സ്ഫോടന ശബ്ദവും മാത്രമാണ് കേൾക്കുന്നത്. രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലേക്ക് സ്വയം എത്തണമെന്ന നിർദ്ദേശമാണ് കൂടുതൽ അപകടകരമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 500 കുട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും എത്ര നാള് നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മിസൈലുകളും ടാങ്കുകളും ചീറിപ്പായുമ്പോൾ രക്ഷപ്പെടാനായി പുറത്തിറങ്ങുക അസാധ്യമാണ്. വാർ ഡെസ്ക്, ന്യൂസ് 18.
നവീന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവീന്റെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും കേന്ദ്ര സർക്കാർ ഒഴിപ്പിക്കലിന് നയപരമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാഹുൽ ട്വീറ്റ് ചെയ്തു. നവീന്റെ മരണത്തെ തുടർന്ന് റഷ്യ, യുക്രൈൻ സ്ഥാനപതികളെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് റഷ്യൻ സ്ഥാനപതി പ്രതികരിച്ചു. റഷ്യൻ ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ട ഹർക്കിവിലാണ് ആൽവിനും സുഹൃത്തുക്കളും ഇപ്പോൾ ഉള്ളത്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ് അവർ ഉള്ളതെന്ന് ആൽവിൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുറത്തിറങ്ങിയാൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. തദ്ദേശവാസികളുടെ പക്കൽ ആയുധമുണ്ടെന്നും ആൽവിൻ പറഞ്ഞു. ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ദിവസം കൂടുമ്പോഴും കീവ് പോലെ തന്നെ, അതായത് കീവ് എങ്ങനെയാണോ ഇപ്പൊ നിൽക്കുന്നത് അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഷെല്ലാക്രമണം ഭയങ്കരമായിട്ട് കൂടുന്നു. ഈവൻ മിസൈൽ അറ്റാക്സ് പോലും ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദഷ്പ്രോമിൽ ഇന്ന് ഫ്രീഡം സ്ക്വയറിന്റെ അവിടെ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായി. ഞാനിവിടെ നിൽക്കുന്നിടത്ത് 3 ഹോസ്റ്റലുണ്ട്. ഏകദേശം 2000-ന് മുകളിൽ പിള്ളേരുണ്ട്. 3 ഹോസ്റ്റലും കൂടെ കൂട്ടുവാണെങ്കിൽ ശരിക്കും ആദ്യം കീവിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പം ഖാർക്കീവിന്റെ സിറ്റുവേഷൻ. ഇതുവരെയും ഖാർക്കീവിനായിട്ട് ഇതുവരെ നമുക്കൊരു ലെറ്റർ ആയിട്ട് എംബസിന്ന് വന്നിട്ടില്ല. ഈവൻ കീവിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് എങ്ങനെയാലും വെസ്റ്റേൺ സൈഡിലോട്ട്, വെസ്റ്റേൺ യുക്രൈനിലോട്ട് പൊക്കോ, നിങ്ങൾ വെസ്റ്റേൺ യുക്രൈൻ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നാണ് ശരിക്കും എംബസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ജീവൻ പണയപ്പെടുത്തത്. ഇപ്പൊ ഖാർക്കീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാർക്കീവിൽ ഇപ്പൊ മെയിൻലി അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കുട്ടികളുള്ള ഈ സ്ഥലത്ത് എങ്ങനെയാലും ഇവിടുന്ന് കുട്ടികളെ മാറ്റുക അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു സാഹചര്യം എന്തേലും നിങ്ങളൊന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പം ഇനി എത്ര ദിവസം ഇവൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുഡ് തീർന്നു, ഇവര് തന്നുകൊണ്ടിരുന്ന ഫുഡ് തീർന്നു, ഇനി ഫുഡില്ല, വെള്ളമില്ല. ഞങ്ങളിപ്പോ ഏകദേശം 5 ദിവസം കഴിഞ്ഞ് ഈ ബങ്കറിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഹോപ്പില്ലാത്തോ അല്ലെങ്കിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്തെന്നൊരു ചോദ്യത്തിന് ശരിക്കും പതറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. മിസൈൽ അറ്റാക്സ് ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു ഖാർക്കീവില്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒലസ്ക്യൂസ്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും ഞാൻ ഇത്രയും പറയുന്നതെങ്കിൽ അത് സങ്കടം കൊണ്ടാണ്. സീരിയസ്ലി എന്താണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടുന്ന് വെസ്റ്റേൺ സൈഡിലോട്ട്, ഞങ്ങൾ നിൽക്കുന്നത് ഈസ്റ്റേൺ യുക്രൈനിലാണ്. ഇവിടുന്ന് വെസ്റ്റേൺ യുക്രൈനിലോട്ട് പോകുക എന്ന് പറയുന്നത് ഏകദേശം 1400-1600 കിലോമീറ്ററുകൾ താണ്ടിയാണ് പോകാൻ. റെയിൽവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്ന് പറയുന്നത്, ഇവിടുന്ന് വോക്സാൾ സ്റ്റേഷനിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു 3/4 മണിക്കൂർ ട്രാവൽ. ആ ഒരു ട്രാവൽ ഏകദേശം ഇവിടുന്ന് 3/4 മണിക്കൂർ എടുക്കും. ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും 8 കിലോമീറ്ററേ ഉള്ളൂ. ഒരൊറ്റ ക്യാബ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടുന്ന് നടക്കാനെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. കാരണം എപ്പോഴാണ് ഷെൽ ബോംബ് വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയും വോക്സാൽ സ്റ്റേഷനിൽ എത്തിയാലും മെട്രോ ട്രെയിൻ കിട്ടുമെന്ന് പോലും ഒരു ഉറപ്പില്ല. ട്രെയിൻ കിട്ടിയാൽ തന്നെ അവിടെ യുക്രൈനിയൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്കറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ കേട്ടതാണ്, ഇപ്പം അവിടുന്ന് യുക്രൈനിയൻസ് പോലും ഇന്ത്യൻസിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പെപ്പർ സ്പ്രേ അടിക്കുന്നു, വെപ്പൺസ് കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം ആദ്യം യുക്രൈനിയൻസ് പോയിട്ട് ഇന്ത്യൻസ് പോയാൽ മതി എന്ന രീതിയിൽ അതുപോലെ സിറ്റുവേഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ പോലും ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ചെന്നിട്ട് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടവരുണ്ട്. സോ ഇത്രയും വേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കിലോമീറ്ററുകൾ, ഇപ്പം ഞങ്ങൾ വെസ്റ്റേൺ സൈഡിലോട്ട് ചെന്നാൽ അവിടെ ചെന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാം എന്ന് പറയാം. എനിക്ക് അറിയത്തില്ല ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിസൈൽ അറ്റാക്സ് നടക്കും. ഈവൻ ഞങ്ങൾ നിൽക്കുന്ന ബിൽഡിംഗ് പോലും കൂടെ എത്രമാത്രം സേഫ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇന്ന് മിസൈൽ അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്തു റഷ്യ ഇവിടെ. സോ അതുകൊണ്ട് തന്നെ പേടി കൊണ്ടാണ്, ചെറിയൊരു പേടിയുണ്ട്. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ട്, നമ്മൾ വീട്ടുകാരോട് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ സേഫ് ആണെന്ന് പറയും. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആണ്. പേടി കാരണമല്ല, ശരിക്കും ഞങ്ങളെ പുറത്തോട്ട് വിടുന്നില്ല. കാരണം എപ്പോഴാണ് ഇവിടെ ഇപ്പം ഷെൽ അറ്റാക്സ് തീർന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ സാധനം വാങ്ങാൻ ഒരു വട്ടം പുറത്തിറങ്ങിയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയ അവിടെ വന്ന് വീണു. ഞങ്ങളുടെ ഇവിടുന്ന് 100 മീറ്റർ അപ്പുറം പോയി വീണു ഒരു വട്ടം ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ തന്നെ ഫ്രണ്ടില്. അവിടുന്ന് തിരിച്ചു കയറുമായിരുന്നു. സോ ഇത് നിർത്തി എന്ന് പറഞ്ഞാൽ പോലും കൂടെ എപ്പോഴാ തല വന്ന് വീഴുന്നെന്ന് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അല്ല, അതുപോലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈവൻ ഇവിടെ എങ്ങും ഒരൊറ്റ ഷോപ്സ് പോലും ഓപ്പൺ അല്ല, ഒരൊറ്റ സാധനം, ഈവൻ കുടിവെള്ളം പോലും ഇല്ലാഞ്ഞിട്ട് അവസാനം പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക്. എന്റെ കൂട്ടത്തിൽ ഈ ഒരു ബങ്കറിൽ ഏകദേശം ഒരു 35-ന് മുകളിൽ ആൾക്കാരുണ്ട്. അതായത് ഇവിടെ ഏകദേശം 6 ബങ്കേഴ്സ് ആണുള്ളത് ഈ ഒരു ഹോസ്റ്റലിന് താഴെ. മലയാളികളായിട്ടും ഇഷ്ടം പോലെ. ഇപ്പൊ ഞങ്ങൾ വന്നത് 13 പിള്ളേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നേക്കുന്നത്. അതല്ലാതെയും ഇവിടെ ഇഷ്ടം പോലെ മലയാളീസ് ആണെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ നമ്മൾ ഈ ഒരു ഹോസ്റ്റലിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം ഇത് ഖാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ 5 ആണ്. ഹോസ്റ്റൽ 5-ൽ ഇവിടെ ഏകദേശം 800-ന് മേളിൽ കുട്ടികളുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് തീരെ പ്രാക്ടിക്കൽ അല്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഷൂട്ട് സൈറ്റ് വരെ ഉണ്ടെന്നാണ് കേട്ടത്. സത്യം പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലും അറിയുന്നില്ല.
കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ അത് എത്രമാത്രം ശരിയാണെന്നോ അല്ലെങ്കിൽ അത് ലെജിറ്റ് ആണെന്നോ അറിയത്തില്ല, ഇവിടെ ഡബിൾ മാർഷലോ വരെ ആക്ടിവേറ്റ് ചെയ്തേക്കുവാന്ന് പറയുന്നു, ഒന്നും അറിയത്തില്ല. അത് അത്രയും ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക്, അതായത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നു. വെള്ളം, ഫുഡ്, എക്സ്ട്രാ ഫുഡായിട്ട് ഇനി തന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ ഉള്ളൂ. ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒരു 8 പേർക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെയാണ് ഇത് ബാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇവര് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഫുഡില്ല 3 ദിവസത്തേക്ക് അല്ല 4 ദിവസത്തേക്ക്, ഇനി അങ്ങോട്ട് ഫുഡില്ല എന്ന് ഇവര് പറഞ്ഞു. ഇനി എന്താണ് മുന്നോട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സീരിയസ്ലി ഞങ്ങളുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെ നല്ല രീതിക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ബങ്കറിൽ, ശരിക്കും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ബങ്കറിൽ നല്ല രീതിക്ക് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഡസ്റ്റ് കൊണ്ട് തന്നെ ഇവിടെ പലർക്കും ഡസ്റ്റ് അലർജീസും അതുപോലെ തന്നെ കഫ് അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ അത് ഇപ്പൊ എന്നായി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫിസിക്കൽ കണ്ടീഷനും നല്ല രീതിക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഇവിടെ, തണുപ്പ് ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നു. സോ എത്ര ദിവസത്തേക്ക് നമുക്കിനി വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തുടങ്ങി. ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ രക്ഷാദൌത്യം വേഗത്തിലാക്കുന്നതിനെ പറ്റി യോഗം ചർച്ച ചെയ്യും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നമുക്കറിയാം ഓപ്പറേഷൻ ഗംഗ വളരെ ഊർജിതമായി നടക്കുകയാണെങ്കിൽ പോലും ഇന്നൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു യോഗം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന 4ാമത്തെ ഉന്നതതല യോഗം ആണ് ഇപ്പോഴത്തേത്. പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ഒരു യോഗം ചേരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ തന്നെ ചില പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം അടക്കം യുക്രൈനിലേക്ക് അയക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ തന്നെ ഈ വിമാനം പുറപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി വിമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. അതായത് ഇപ്പോൾ 9 വിമാനങ്ങളാണ് ഇതുവരെ ഇന്ത്യയിലേക്ക് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി തിരികെ എത്തിയിട്ടുള്ളത്. ആകെ 46 വിമാനങ്ങൾ ആണ് മാർച്ച് 8 വരെ തയ്യാറാക്കിയിട്ടുള്ളത്. 5 വിമാനങ്ങൾ ഇപ്പോൾ യുക്രൈനിലേക്ക്, യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലയിൽ ഉള്ള ഒരു ബൃഹത്തായ രക്ഷാപദ്ധതിക്ക് തന്നെയാണ് ഇപ്പോൾ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ അടക്കം അയൽ രാജ്യങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ അവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി തന്നെ രക്ഷാദൌത്യം ഊർജിതപ്പെടുത്തണം എന്നുള്ളതാണ് തീരുമാനം. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കിഴക്കൻ യുക്രൈൻ പ്രദേശങ്ങളിൽ ഉള്ള ഇന്ത്യക്കാരായ ആളുകൾക്ക് ആണ് ഇപ്പോൾ ജീവന് വരെ ഭീഷണി ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം. അതിനെ എങ്ങനെ മറികടക്കണം? തുടർച്ചയായി റഷ്യയോടും യുക്രൈനോടും ആവശ്യപ്പെടുന്നത് ഇന്ത്യക്കാരായ ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കി നൽകണം എന്നാണ്. അതിന് അനുവാദം നൽകുമ്പോഴും ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. അല്പസമയം മുമ്പ് റഷ്യയുടെയും യുക്രൈന്റെയും സ്ഥാനപതിമാരെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയ പശ്ചാത്തലം ഉണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നു. അല്പസമയം മുമ്പ് അമേരിക്ക ഈ വിഷയത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ യോഗം എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. അശ്വതി. ശരി അഭിലാഷ്. യുക്രൈനിൽ നിന്നുള്ള രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ വിപുലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വ്യോമസേന വിമാനങ്ങൾ കൂടി രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലെത്തി. ഇന്ന് 616 ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു. ഓപ്പറേഷൻ ഗംഗ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് വ്യോമസേന വിമാനങ്ങൾ കൂടി രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് പടുകൂറ്റൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ യുക്രൈനിലേക്ക് അയക്കുന്നത്. ഇതിനു പുറമെ വിസ്താരയുടെ വിമാനങ്ങൾ കൂടി രക്ഷാദൌത്യത്തിൽ ഏർപ്പെടും. ഇപ്പോൾ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. വിവിധ രാജ്യങ്ങളുടെ ചുമതല നൽകിയ കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, VK സിംഗ് എന്നിവർ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകും. जब तक हमारे हर स्टूडेंट एक स्टूडेंट इंडिया में वापस न पहुंचे तब तक ये प्रयास चालू रहेंगे. യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് രാഷ്ട്രപതി വിദേശ സന്ദർശനം മാറ്റിവെച്ചു. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് തീരുമാനമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. അതേസമയം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ന് 3 വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തി. റൊമേനിയയിൽ നിന്ന് 2 വിമാനങ്ങളിലായി 400 ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു.
ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് 216 പേരും ഇന്ന് ഇന്ത്യയിലെത്തി. Went to Kyiv and there they had airstrike and we were stuck there for 2 to 3 days and we have to travel to the west and we made it somehow to get out and now we are here because News 18 ഡൽഹി. തലസ്ഥാനമായ കീവ് വിടണമെന്ന യുക്രൈനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം എല്ലാ മലയാളി വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഭ്യമായ ട്രെയിൻ സർവീസുകളോ മറ്റ് ഗതാഗത സംവിധാനങ്ങളോ വിദ്യാർത്ഥികൾ ആശ്രയിക്കണം. എംബസിയുടെ നിർദ്ദേശം അനുസരിച്ച് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വിദ്യാർത്ഥികളെ കേരളത്തിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേള. യുക്രൈനിൽ ആക്രമണം അതിതീവ്രമാക്കി റഷ്യൻ സേന. 64 കിലോമീറ്ററോളം നീളമുള്ള റഷ്യൻ സേന കീവിനടുത്തേക്ക് നീങ്ങുകയാണ്. അതിർത്തി കടന്നു നീങ്ങുന്ന റഷ്യൻ സേന വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. അതേസമയം രണ്ടാം വട്ട സമാധാന ചർച്ച നാളെ നടക്കും. ഖാർക്കീവിലെ ഫ്രീഡം സ്ക്വയർ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളടക്കം തകർത്ത റഷ്യയെ ഭീകരരാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഏത് വിധേനയും കീവ് സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കീഴടങ്ങില്ലെന്നും യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. വാർ ഡെസ്കിൽ നിന്നും ജോയ് നായർ ചേരുന്നു. ജോയ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് സെലൻസ്കിയുടെ പാർലമെന്റിലുള്ള അഭിസംബോധന? അശ്വതി, റഷ്യൻ സേന അവരുടെ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ അതേ നാണയത്തിൽ തന്നെയാണ് സെലൻസ്കി തിരിച്ചടിക്കുന്നത്. പ്രത്യേകിച്ചും റഷ്യൻ ആക്രമണത്തെ അപലപിക്കുന്നതിനോടൊപ്പം റഷ്യയുടെ നീക്കത്തെ അതിശക്തമായ ഭാഷയിലാണ് ഇന്ന് യൂറോപ്യൻ പാർലമെന്റ് അഭിസംബോധന ചെയ്യവേ അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കിയത്. പ്രത്യേകിച്ചും റഷ്യയെ
ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു പ്രസ്താവനയാണ് സെലൻസ്കി യൂറോപ്യൻ പാർലമെൻറ്റിൽ നടത്തിയത്. കാരണം അത് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു വാക്കുകളിലേക്ക് അദ്ദേഹം പോകാൻ പ്രധാനപ്പെട്ട കാരണം ഫ്രീഡം സ്ക്വയർ തകർത്തു എന്നുള്ളത് തന്നെയാണ്. ആ ഫ്രീഡം സ്ക്വയർ തകർത്ത നടപടിയെ അതിശക്തമായ ഭാഷയിലാണ് സെലൻസ്കി വിമർശിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഒരിക്കലും നീതി നൽകാനാകില്ലെന്നും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ളൊരു കടന്നുകയറ്റമാണ് റഷ്യ നടത്തുന്നതെന്നും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ രാജ്യത്തെയും രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുമാണ് സെലൻസ്കി യൂറോപ്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞത്. സെലൻസ്കിയുടെ വാക്കുകളെ കരഘോഷത്തോടു കൂടിയാണ് ആ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ഏറ്റുവാങ്ങിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ദുരന്ത ദിനമാണ്. എന്തായാലും ആ ദുരന്ത ദിനത്തിന് കാരണക്കാർ റഷ്യയാണ്. അത് എന്തായാലും കീവിലേക്ക് റഷ്യൻ സേന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ പല ഭാഗത്തും കനത്ത നാശനഷ്ടം വിതയ്ക്കുന്നുണ്ട്. ഈ നാശനഷ്ടങ്ങൾക്കിടയിലും കീവിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം. അത് അവസാന നിമിഷം വരെ ആ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് പറയുകയുണ്ടായി. ഇതിനിടയിൽ യുക്രൈന് ആശ്വാസകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയൻ അംഗത്വം വേണമെന്ന യുക്രൈൻ്റെ അപേക്ഷ യൂറോപ്യൻ പാർലമെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നു. അതിന്മേലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരമൊരു ആശ്വാസ വാർത്ത കൂടി യുക്രൈനുണ്ട് എന്നുള്ളതും നമ്മൾ ഈ സമയം എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമാധാന ചർച്ചയെക്കുറിച്ചാണ്. നാളെ സമാധാന ചർച്ച നടന്നേക്കുമെന്നുള്ള വിശദാംശമാണ്, അത്തരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ആക്രമണം ശക്തമാക്കുകയായിരുന്നു റഷ്യ. ആ ആക്രമണം ഇപ്പോഴും ഈ നിമിഷത്തിലും തുടരുമ്പോഴാണ് രണ്ടാം വട്ട സമാധാന ചർച്ചയ്ക്കുള്ള വേദി അത്തരമൊരു നീക്കം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമാധാന ചർച്ചയിൽ ശുഭപ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ലോകമാകെ. എന്നാലും റഷ്യയുടെ നീക്കത്തെ UK അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അപലപിച്ചിട്ടുണ്ട്. ലോകത്തിനു മുന്നിൽ വെറുക്കപ്പെട്ട രാജ്യമായി റഷ്യ മാറിയെന്നാണ് UK ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ആക്രമണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശകലനം നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളും ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുണ്ട്. എന്തായാലും റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കം പ്രത്യേകിച്ച് കീവ് പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കീവിന് തലസ്ഥാനമായ കീവിന് അടുത്തേക്ക് റഷ്യൻ സേന എത്തി എന്നുള്ള വിശദാംശമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ 64 കിലോമീറ്ററോളം നീളമുള്ള റഷ്യൻ സേനയാണ് അത്തരം ഒരു ആക്രമണത്തിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ വരുന്ന വഴിയിലെല്ലാം പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അത്തരം കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടും ഷെല്ലാക്രമണം നടത്തിയും റോക്കറ്റ് ആക്രമണം നടത്തിയും എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളായ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളായ ഖാർക്കീവ് അടക്കമുള്ള പ്രദേശങ്ങളിലും കനത്ത നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖാർക്കീവിൽ 10ഓളം പേർ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. 35ഓളം പേർക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സുമിയിലും ഇത്തരം ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെയും കനത്ത നാശം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം അതിശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നു. അത് ചേർത്ത് നിൽക്കാനുള്ളൊരു ശ്രമം യുക്രൈൻ നടത്തുന്നുമുണ്ട്. എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള ആൾനാശം യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അശ്വതി നമുക്ക് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിയുന്നത്. ജോയ്, അങ്ങനെ പറയുമ്പോഴും യുക്രൈൻ പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. ശരിയാണ്. കാരണം കീവിലേക്ക് കടന്നു കയറാൻ, കീവ് പിടിച്ചടക്കാനൊക്കെ 3 ദിവസമായി ശ്രമിക്കുകയാണ് റഷ്യ. പക്ഷേ യുക്രൈൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. യൂറോപ്പും അമേരിക്കയും നേരിട്ടുള്ള ഇടപെടൽ കൂട്ടാൻ ഒരുങ്ങുന്നു, യുക്രൈനെ സഹായിക്കാനായി എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതെത്രത്തോളം യുക്രൈന് ശക്തി പകരും, അല്ലെങ്കിൽ അത് എത്രത്തോളം വേഗത്തിലാകും ഇനി? തീർച്ചയായും ഈ യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചൊരു പിന്തുണ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കരഘോഷത്തോടു കൂടി തന്നെയാണ് യൂറോപ്യൻ പാർലമെന്റ് ഏറ്റുവാങ്ങിയത്. ആ കരഘോഷം തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ യുക്രൈന് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അംഗത്വം എന്നുള്ളതാണല്ലോ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആ ആവശ്യത്തിന് അപേക്ഷ സ്വീകരിച്ചു യൂറോപ്യൻ പാർലമെൻറ്റ് എന്നുള്ളതും യുക്രൈൻ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ റഷ്യൻ സേന, ഈ വലിയൊരു സേനയ്ക്ക് മുന്നിൽ എത്രത്തോളം യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. കാരണം അത്ര വലിയൊരു സേനയ്ക്ക് മുന്നിൽ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കീവിലേക്ക് അവരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ തോതിൽ
നാശനഷ്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അത്തരം നാശനഷ്ടങ്ങൾ തന്നെയാണ് പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അത് കീവിലും ആവർത്തിക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ അവിടെയും പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് യുക്രൈനുള്ളത്. കാരണം സ്വന്തം പൗരന്മാരെ, തൻ്റെ കുട്ടികളെ, കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നിരവധി കുട്ടികൾ അവിടെ മരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായി പുറത്തു വരുന്നു. അപ്പോൾ കുട്ടികളെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സെലൻസ്കി പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ്. കാരണം റഷ്യൻ സേനയുടെ കരുത്തിന് മുന്നിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ്. എന്തായാലും മറ്റ് രാജ്യങ്ങളുടെ UK അടക്കം യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ കൂടുതലായി യുക്രൈനിൽ ലഭിക്കുന്നു എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ ഏത് തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയാം. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അംഗത്വ അപേക്ഷ സ്വീകരിച്ചത് തന്നെ വലിയൊരു സൂചനയായി നമുക്ക് കാണാം. അപ്പോൾ അത്തരം മാറ്റങ്ങളിലേക്ക് യൂറോപ്യനിലെ മറ്റു രാജ്യങ്ങളും അവരുടെ തീരുമാനങ്ങൾ മാറ്റുന്നു. അപ്പോൾ അത്തരം കൂടുതൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിലപാടുകൾ തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ അത് യുക്രൈന് ആത്മവിശ്വാസം കൂട്ടും. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും രണ്ടാമത്തെ സമാധാന ചർച്ച അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ചർച്ച ഏത് തരത്തിലാകുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. നാളെ ആ ചർച്ച നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ശരി ജോയ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധസന്നാഹം ഒരുക്കി കീവിലേക്ക് റഷ്യൻ സൈന്യം 64 കിലോമീറ്റർ നീളത്തിലാണ് കവചിത വാഹനങ്ങളിലും ടാങ്കുകളിലുമായി പടനീക്കം. ഓക്ടിർക്കയിൽ മിന്നലാക്രമണത്തിൽ 70 യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു. ഖേഴ്സൺ നഗരം പൂർണ്ണമായും റഷ്യൻ സൈന്യം വളഞ്ഞു. 100 കണക്കിന് പൗരന്മാർക്ക് പരിക്കേറ്റു. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. ഇത് ഹാർക്കീവ്. കീവ് കഴിഞ്ഞാൽ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരം. ഇന്നലെ ബെലാറൂസ് ചർച്ചയിൽ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് റഷ്യ പറഞ്ഞെങ്കിലും നടക്കുന്നത് ഇതാണ്. അപ്പാർട്ട്മെന്റുകൾ ഇടിച്ചു നിരത്തുകയാണ്. ഹാർക്കീവിൽ മാത്രമല്ല, ഓക്ടിർക്കയിലും സമാനമാണ് സ്ഥിതി. കീവിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ തീയും പുകയുമായാണ്. കെട്ടിടങ്ങൾ നിന്ന് കത്തുകയാണ്. ഇന്നത്തെ ഭയപ്പെടുത്തുന്ന നീക്കം ഇതൊന്നുമല്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലൊന്ന്. 64 കിലോമീറ്റർ നീളത്തിലുള്ള സൈനിക കോൺവോയ്. ചെർണിയാവ് എന്ന ചെർണോബിൽ നിന്ന് കയേവ് എന്ന കീവിലേക്കുള്ള റഷ്യയുടെ യാത്ര. ചെർണോബിൽ നേരത്തെ തന്നെ റഷ്യ കീഴടക്കിയിരുന്നു. കീവിലേക്ക് ആദ്യമെത്തിയ സംഘത്തിന് 6 കിലോമീറ്റർ അകലെ വരെ മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. പൗരന്മാരും യുക്രൈൻ പട്ടാളവും നടത്തിയ തിരിച്ചടിയായിരുന്നു കാരണം. അതും മറികടക്കാനാണ് യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നാഹം. ഇതുവരെ അപായ സൈറനുകൾ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. യുക്രൈൻ മുഴുവൻ മുഴങ്ങി വ്യോമാക്രമണ മുന്നറിയിപ്പ്. വാർഡെസ്ക്, ന്യൂസ് 18. യൂറോപ്പും
യൂറോപ്പും അമേരിക്കയും യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള ഇടപെടൽ കൂട്ടാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ബ്രിട്ടനിൽ നിന്ന് സന്നദ്ധ യുദ്ധ സംഘടന യുക്രൈനൊപ്പം ചേരാൻ പുറപ്പെട്ടു. മുൻ സൈനികരും സൈനിക പരിശീലനം ലഭിച്ചവരുമാണ് സംഘത്തിൽ. ഏറെ രക്തമൊഴുകാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് അമേരിക്കൻ സെനറ്റർമാർ ആശങ്ക പങ്കുവച്ചു. Does want it back, so let's hope we make it back alive so I can give it back to him. As soon as you get off the train in Ukraine, your life is on the line. You're not guaranteed to make it back. ഇത് ലിയോൺ ഡോസൺ യുക്രൈനിലേക്ക് പുറപ്പെടുന്നത് യുദ്ധം ചെയ്യാനാണ്. സൈന്യത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഒരു സുഹൃത്തിന്റെ പട്ടാളവേഷങ്ങളും ഉപകരണങ്ങളും വാങ്ങിയാണ് യാത്ര. ഡോസൺ തന്നെ പറയുന്നത് പോലെ മടങ്ങി വരുമെന്ന് ഉറപ്പില്ലാത്ത പുറപ്പാടാണ്. ബ്രിട്ടനിലെ യുക്രൈൻ എംബസിക്ക് മുന്നിൽ നിരവധി പേരാണ് ഇങ്ങനെ എത്തുന്നത്. സന്നദ്ധ ഭടന്മാർക്ക് വീസ ഇല്ലാതെ എത്താം എന്ന് ഏറെ ചോരയൊഴുകാതെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് സെനറ്റർ ലിൻസെ ഗ്രഹാം ഇന്നലെ പറഞ്ഞത്. സെനറ്റർമാർക്കായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദീകരണ യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിന് അപേക്ഷിച്ചതും ഒരു മുന്നൊരുക്കമാണ്. നടപടികൾ ഇളവ് ചെയ്ത് യുക്രൈനെ ഉടൻ അംഗമാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അംഗമായാൽ പിന്നെ യുദ്ധത്തിനിറങ്ങാൻ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും മറ്റു തടസ്സങ്ങളില്ല, പ്രത്യേകിച്ച് പുടിൻ സന്നാഹം കടുപ്പിക്കുമ്പോൾ. വാർ ഡെസ്ക്, ന്യൂസ് 18. റഷ്യൻ ദേശീയ ഫുട്ബോൾ ടീമിന് ഫിഫയുടെ വിലക്ക്. ഫിഫയുടെ കീഴിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിൽ നിന്നുമാണ് റഷ്യൻ ടീമുകളെയും ക്ലബ്ബുകളെയും അനിശ്ചിതകാലത്തേക്ക് വിലക്കിയത്. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ഫിഫ അറിയിച്ചു. ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടാൻ റഷ്യ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടെ വന്ന നടപടി റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ജൂണിൽ നടക്കാനിരിക്കുന്ന വനിതാ യൂറോ കപ്പിലും റഷ്യൻ ടീമിന് പങ്കെടുക്കാനാകില്ല. ജീവിതം നഷ്ടപ്പെട്ട ദേശമായി യുക്രൈൻ. കടന്നാക്രമണം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഭക്ഷണത്തിനായി എങ്ങും നീണ്ട നിരയാണ്. പതിനായിരങ്ങളാണ് രാജ്യം വിടാനായി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഓടിയെത്തുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം നിലവറകളിലെ വായുവും വെളിച്ചവുമില്ലാത്ത പാർക്കിംഗ് കേന്ദ്രങ്ങളിലാണ്. ഇതാണ് ഇന്നത്തെ യുക്രൈൻ. എത്ര വലിയ നീതി നടപ്പാക്കാൻ വേണ്ടിയാണെങ്കിലും റഷ്യ കൊന്നൊടുക്കുന്നത് സാധാരണക്കാരെയാണ്. തകർത്തു കളയുന്നത് അവരുടെ വാസസ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ഇങ്ങനെ എത്ര മണിക്കൂർ വരി നിന്നാലാണ്. ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അത് ദുരന്തങ്ങളുടെ അങ്ങേയറ്റത്തെത്തുമ്പോൾ നിസ്സഹായാവസ്ഥ ചിരിയായി മാറുന്നതാണ്. ലോകമെങ്ങും അങ്ങനെയാണ്. എല്ലാ യുദ്ധങ്ങളിലും ഇങ്ങനെയല്ലേ എന്ന ചോദ്യം കൊണ്ട് യുക്രൈൻകാരുടെ മുന്നിലെങ്ങനെ ചെന്നു നിൽക്കും? ചരിത്രത്തിൽ ആരെങ്കിലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ ഏൽക്കുന്നത്? കീവിലെ കുട്ടികളുടെ ആശുപത്രി ഇപ്പോൾ നിലവറയിലാണ്. വാഹനം പാർക്ക് ചെയ്യാൻ നിർമ്മിച്ചിരുന്ന സ്ഥലം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. മുകൾ നിലയിൽ എപ്പോൾ വേണമെങ്കിലും ബോംബ് വീഴാം. ഈ ജനത ഒന്ന് നിലത്തിരുന്നിട്ട് എത്ര ആഴ്ചകളായി? അവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എവിടെയാണ് സമാധാനമുള്ളത് എന്ന് തിരക്കിയുള്ള യാത്രയെന്ന് 80-കാരി ലുമിന. ഐവിവ് റെയിൽവേ സ്റ്റേഷനിൽ യുദ്ധത്തിന്റെ ഈ 6ാം ദിനം ആളൊഴിഞ്ഞ് ഒരിഞ്ച് സ്ഥലമില്ല. അവർ ട്രെയിനിൽ ബെർലിനിലേക്ക് എത്തുന്നുണ്ട്. യൗവന പൈതൃകം പേർന്ന പിന്മുറക്കാർ അഥീനയിലേക്ക് പ്രത്യേക ബസ്സുകളിലും വന്നിറങ്ങുന്നു. അപ്പോഴും ചിലർ നാട്ടിൽ തന്നെയുണ്ട്. നിലവറകളിൽ അവർ ഭയന്നിരിക്കുകയല്ല, യുക്രൈൻ പട്ടാളക്കാർക്കായി തുണിവലകൾ നെയ്യുകയാണ്. ഇതും ഒരു യുദ്ധമാണ്.
വാർ ഡെസ്ക്, ന്യൂസ് 18. ഖാർക്കീവിൽ സൈന്യം തകർത്തത് റഷ്യൻ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്മാരകം. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കെട്ടിടം ഏറെക്കാലം KGB സ്ഥാപകന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യുക്രൈനിലെ ഏറ്റവും വലിയ ലെനിൻ പ്രതിമകളിലൊന്ന് നിന്നിരുന്നതും ഇവിടെയാണ്. ഇത് ഖാർക്കിവിലെ ഭരണസിരാ കേന്ദ്രമായിരുന്നുവെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് സെർഷിൻസ്കി വികസിപ്പിക്കും. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലാണവ. ചുറ്റും വെടിയൊച്ചകൾ ഉയരുമ്പോൾ ലുഹാൻസ്കിലെ ആശുപത്രിയുടെ ഭൂഗർഭ അറയിൽ പിറന്ന ശിശുവാണ് ഇന്ന് യുക്രൈന്റെ അപൂർവം ശുഭപ്രതീക്ഷകളിൽ ഒന്ന്. ലുഹാൻസിലെ സ്റ്റാറോബിൽസ് മൾട്ടി ഡിസിപ്ലിനറി ആശുപത്രിയുടെ നിലവറ. അവിടെയാണ് അവൻ പിറന്നത്. ഒരു മേശയും IV സ്റ്റാൻഡും പൾസോമീറ്ററും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ എത്തിയ യുവതിയെ ബേസ്മെന്റിൽ എത്തിച്ചു. മേശയിൽ കിടത്തി സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പിറന്നു വീണ ആ ശിശുവിന്റെ ചിരിയുടെ ചിത്രം ലോകമെങ്ങും ഏറ്റെടുത്തു. അമ്മയുടെ മാറിൽ കിടക്കുന്നതും നിലവിളിക്കുന്നതുമായ ചിത്രങ്ങൾ. യുക്രൈനിൽ ആശുപത്രികളൊക്കെ നിലവറയിലേക്ക് മാറ്റി. പ്രസവത്തീയതി അടുത്തവരെല്ലാം നിലവറകളിൽ അഭയം തേടിയിരിക്കുകയാണ്. VIP പ്രസവ വാർഡുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നവർ പോലും നിലവറയിലെ വെറും നിലത്താണ് കിടപ്പ്. വാർ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള.
ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് കോവിഡ് മാനദണ്ഡങ്ങളും ഹരിത പ്രോട്ടോക്കോളും പാലിച്ചാണ് ബലിതർപ്പണം നടക്കുക. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരം ആഴിമലയിൽ നിന്നും SS ശരണാണ് ആദ്യം ചേരുന്നത്. ശരൺ, ആഴിമലയിലെ ചടങ്ങുകൾ എങ്ങനെയാണ്? അശ്വതി, മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളും പരിപാടികളുമാണ് ഈ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമായിരുന്നു. ഏതായാലും വലിയ തിരക്കാണ് ഇപ്പോഴും ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. വൈകിട്ട് ദീപാരാധന കണ്ടു തൊഴാനായിട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഈ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പേർക്ക് ഇവിടെ എത്തി ദർശനം നടത്തി മടങ്ങാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതായത് ഈ മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം ക്ഷേത്ര ഭാരവാഹികൾ ഈ ഭക്തരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൃത്യമായ ക്രമീകരണങ്ങളടക്കം നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഈ സ്റ്റേജ് പരിപാടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ സ്റ്റേജ് പരിപാടികൾക്കും അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് പരിപാടികൾ കാണാനായിട്ടൊക്കെ നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയേണ്ടത് ഈ ശിവാലയ ഓട്ടം എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ശിവാലയോട്ടം. കന്യാകുമാരി ജില്ലയിലെ 12 ക്ഷേത്രങ്ങൾ ദർശിച്ച് മടങ്ങുന്ന ആചാരം കൂടിയാണ് ശിവാലയോട്ടം. ഇന്നലെ വൈകിട്ടാണ് ശിവാലയോട്ടം ആരംഭിച്ചിരുന്നത്. നിരവധി ഭക്തർ ഈ ശിവാലയോട്ടത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി മുഴുക്കെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും പരിപാടികളുമൊക്കെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, ചെങ്കൽ ശിവക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഈ ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രത്യേകതര പരിപാടികളൊന്നും, സ്റ്റേജ് പരിപാടികളടക്കം ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ആളുകൾ ഈ ദീർഘകാലത്തിന് ശേഷം ഈ സ്റ്റേജ് പരിപാടികളൊക്കെ കാണാനായിട്ട് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും പരിപാടികളുമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുക. ശരി ശരൺ, ആലുവ മണപ്പുറത്ത് നിന്നും സിജോ വി ജോൺ കൂടി ചേരുന്നു. സിജോ, അവിടെ ബലിതർപ്പണത്തിനൊക്കെ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ബലിതർപ്പണമൊക്കെ പുരോഗമിക്കുന്നു എന്നറിയുന്നു. അവിടെ എത്രത്തോളം തിരക്കുണ്ട്? അശ്വതി, ശിവരാത്രി ആഘോഷവും അതോടൊപ്പം തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്കും വേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ആലുവ മണപ്പുറത്തേക്കും ക്ഷേത്രത്തിലേക്കും ആളുകൾ വരുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയതോടുകൂടി കോയമ്പത്തൂരിൽ നിന്നുള്ള ഇഷ ഫൗണ്ടേഷന്റെ ശിവരാത്രി പരിപാടികളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ലിനിഷ മാങ്ങാട് കൂടി ചേരുന്നു. ലിനിഷ, കോഴിക്കോട് എങ്ങനെയാണ് ശിവരാത്രി ഉത്സവം?
അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 7 നാളുകളായി ഉത്സവ പ്രതീതിയുള്ളൊരു ക്ഷേത്രമാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇവിടെ ഉത്സവമാണ്. ഇന്നാണ് അവസാന ദിവസം ഉത്സവത്തിന്റെ. ഇന്ന് രാത്രി കൊടിയിറങ്ങുന്നതോടുകൂടി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളെല്ലാം പൂർണ്ണമാകും. ഇപ്പോൾ ഇവിടെ സഹസ്രജപനാമാഘോഷം കഴിഞ്ഞ് ആളുകൾ എഴുന്നള്ളത്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളപ്പോടുകൂടി കൊടിയിറക്കും. തുടർന്ന് വിശേഷാൽ പൂജയോടുകൂടിയാണ് ശിവരാത്രി ഉത്സവം ഇവിടെ സമാപിക്കുക. കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. വളരെ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷമാണ്. കഴിഞ്ഞ 2 വർഷം ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും കോവിഡ് കാരണം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടി ആളുകൾ വരുന്നുണ്ട്. കുറെ കൂടി ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആളുകളുടെ വലിയൊരു ക്യൂ കാണാം. മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം എന്നുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ എത്തുന്നതിൽ കുറവില്ല. ആളുകളുടെ വലിയ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനം കുറവാണ്. എന്നിരുന്നാലും ഇന്ന് രാത്രി വലിയ ആഘോഷത്തോടു കൂടിയായിരിക്കും ഇവിടെ ഉത്സവം നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ വലിയ ആഘോഷം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആനകളുടെ എഴുന്നള്ളിപ്പടക്കം അത്തരത്തിലുള്ള ആഘോഷങ്ങളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള പ്രതിഷ്ഠകളെയെല്ലാം വലിയ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങളോടുകൂടി വരവേറ്റ് അവസാനം ആറാട്ടോടുകൂടി വിശേഷാൽ പൂജയോടുകൂടിയാണ് ഈ ഉത്സവങ്ങൾക്ക് ഇന്ന് രാത്രി കൊടിയിറക്കത്തോടുകൂടി അവസാനമാകുന്നതായിരിക്കും. അശ്വതി. ശരി ലിനിഷ. ഇപ്പോൾ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ നടത്തുന്ന ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടി പുരോഗമിക്കുകയാണ്. ശിവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.